ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2019 ഒരു ഇന്തോനേഷ്യൻ സൂപ്പർ നാച്ചുറൽ ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ സാറ്റോ സുറോ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സത്യം പറയാലോ, പേര് കേൾക്കുമ്പോൾ തന്നെ കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നുന്നില്ലേ? അതേപോലെ തന്നെയാണ് ഈ ഒരു മൂവിയും. ഓൺലൈൻ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. പ്രസവ വേദന കാരണം ആശുപത്രിയിലേക്ക് പോകുന്ന ഹീറോയിൻ, പക്ഷെ അവിടെ ചെന്ന് കയറിയതിനു ശേഷമാണ് മനസ്സിലാക്കുന്നത് ആ ഒരു ആശുപത്രിക്കുള്ളിലെ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെ എല്ലാവരും പ്രേതങ്ങളാണെന്ന്. ഇതിനുശേഷം ഹീറോയിൻ എങ്ങനെ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നു എന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്നൊരു മൂവി. അതുമല്ല, ആ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ ആവാനായിട്ട് ഒരു വലിയ കാരണമുണ്ട്. അതെല്ലാം എന്താണെന്നാണ് ഈ ഒരു മൂവിയിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഈ ഒരു മൂവി കാണാൻ ശ്രമിക്കുക. അതേപോലെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനൽ കൂടി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഒരു ലൈക്കും ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പൊ ഈ കഥയുടെ തുടക്കത്തിലെ ലസ്ത്രീ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഒരു ഹോസ്പിറ്റലിനകത്ത് നല്ല ഭ്രാന്ത് പിടിച്ചതുപോലെ അങ്ങോട്ട് കിടന്ന് ഓടുന്നു. അതേപോലെ തന്നെ ചില റൂമുകളിലേക്ക്, അത് കഴിഞ്ഞ് മറ്റു റൂമിനകത്തേക്ക് കയറി ചെന്നിട്ട് അവിടെയുള്ള നേഴ്സുമാരോട് ചോദിക്കുന്നുണ്ട്, എന്റെ കുഞ്ഞെവിടെ എന്നല്ല ചോദിക്കുമ്പോൾ അവര് പറയും, സോറി ഞങ്ങൾക്ക് അത് അറിയത്തില്ല എന്ന് പറയുന്നതും അവളൊരു പ്രസവ റൂമിലേക്ക് കയറി ചെന്ന് അവിടെയുള്ള ഡോക്ടർമാരോട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. അതുമല്ല, അവരോട് ചോദിക്കുമ്പോൾ തന്നെ അവളൊരു കത്തിയെടുത്ത് കയ്യിൽ വെച്ചിട്ട് എന്നിട്ട് അതിനകത്തുള്ള ആ നേഴ്സിന്റെ കൈ അങ്ങ് മുറിക്കും. അപ്പോഴേക്കാണ് ഇതിനകത്തേക്ക് സെക്യൂരിറ്റിമാരെല്ലാം കയറി വരുന്നത്. പെട്ടെന്ന് അടുത്തുള്ള ആ ഒരു നേഴ്സിനെ പിടിച്ചു വെച്ച് അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവര് കൊല്ലുമെന്ന് പറഞ്ഞു നിന്നിട്ട് പെട്ടെന്ന് അവരെ പിടിച്ചിങ്ങനെ തള്ളുമ്പോഴത്തേക്കും അവരുടെ മുഖം ഉണ്ടല്ലോ അത് ചെറുതായിട്ട് കീറിപ്പോവും. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം അകത്ത് നടക്കുമ്പോൾ ഇതിന് വെളിയിലായിട്ട് മറ്റൊരു സ്ത്രീ വന്ന്, അല്ല ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ അപ്പൊ അവർ നേഴ്സുമാർ പറയുന്നുണ്ട്, അത് ലസ്ത്രീ എന്ന് പറഞ്ഞിട്ട് അവളാണ്, ഞങ്ങൾ എത്ര പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു സ്ത്രീയെ കാണിക്കുമ്പോഴത്തേക്കാണ് അവരിപ്പോ ഓടി വന്നിട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം കിടത്തിയിരിക്കുന്ന ഒരു മുറിയുണ്ട്, അതിനകത്തേക്ക് കയറി ആ ഒരു ഡോറും അടയ്ക്കും. ഇപ്പോൾ വെളിയിൽ നിന്ന് ആർക്ക് അകത്തേക്ക് കയറാനും കഴിയത്തില്ല. അപ്പോൾ വെളിയിൽ നിൽക്കുന്ന ആ ഒരു വയസ്സായുള്ള സ്ത്രീ പറയും, ലസ്ത്രീ നീ ഒരിക്കലും അവിടെ നിൽക്കരുത്, വെളിയിലേക്ക് വരാൻ പറയുമ്പോൾ ഇല്ല, ഇനി എന്തായാലും നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, കാരണം ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ഇവരെന്താ ചെയ്തെന്നറിയോ? ആ ഒരു പിഞ്ചു കുഞ്ഞിനെ അങ്ങനെ നോക്കിയിട്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് തന്റെ കയ്യിലുള്ള ആ ഒരു കത്തി വെച്ച് ഈ ഒരു കുഞ്ഞിനെ അങ്ങ് കൊത്തിക്കൊല്ലും. പക്ഷെ അവിടെയാണ് ഒരു ടെസ്റ്റ്. ഇപ്പൊ വെളിയിൽ നിൽക്കുന്ന ആ ഒരു സ്ത്രീ പറയില്ല, സ്ത്രീ അതൊരിക്കലും നിന്റെ കുഞ്ഞല്ലാന്ന് ഇങ്ങനെ പറയുന്നതും ഈ ഒരു സ്ത്രീക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരാകെ പേടിച്ചിട്ട് പെട്ടെന്ന് ഭ്രാന്ത് പിടിച്ചതുപോലെയായി ആ ഒരു കുഞ്ഞിനെ പെട്ടെന്ന് തൊട്ടിലേക്ക് കിടത്തിയിട്ട്, അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഒരു കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞ് ബാക്കിയുള്ള എല്ലാ കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, അവളുടെ കുഞ്ഞ് ഏതാണെന്ന് അവൾക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ഒരു നേഴ്സ്, ഡോക്ടർമാര്, സെക്യൂരിറ്റി ഇവരെല്ലാവരും ഈ ഒരു റൂമിനകത്തേക്ക് ഇടിച്ചങ്ങ് കയറും. അങ്ങനെ അവരകത്തേക്ക് വന്ന് ഇവളെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവൾ അതൊന്നും കേൾക്കാതെ അവിടെ ഈ ഒരു കത്തി പിടിക്കുന്ന മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം എടുത്ത് ഈ ഒരു റൂമിന്റെ പല ഭാഗങ്ങളിലേക്ക് എറിയും. എന്നിട്ട് ഒരു ഇലക്ട്രിക് ലൈറ്റ് എടുത്ത് അത് താഴേക്ക് പൊട്ടിച്ചിടുന്നതും അത് സ്പാർക്കായിട്ട് ഈ ഒരു മുറി മുഴുവനായിട്ട് തീ പിടിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മൂവിയിലെ ഹീറോയെ കാണിക്കുകയാണ്. അവന്റെ പേര് ബായു എന്നാണ്. ഹീറോ ഒരു നോവലിസ്റ്റ് ആണ്. ഇപ്പോൾ തന്റെ അച്ഛന്റെ ശത്രുവായിട്ടുള്ള ഒരാളുടെ അടുത്ത് നിന്ന് പണം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. സാമ്പത്തികപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അതുമല്ല, നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. കൂടാതെ എനിക്കൊരു വീട് വേണം, കാരണം ഞാൻ ഉടനെ തന്നെ ഒരു അച്ഛനാവാൻ പോകുന്നു എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും അയാള് ഓക്കെ തരാന്ന് പറഞ്ഞിട്ട് ഹീറോയ്ക്ക് കുറച്ച് പണവും കൊടുക്കുന്നു. അതേപോലെ തന്നെ അയാൾക്ക് ഈ ഒരു ഗ്രാമത്തിനുള്ളിലായിട്ട് ഒരു പഴയ വീടുണ്ട്, ആ ഒരു വീടിന്റെ കീയും ഹീറോയുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് പറയും, ഈ ഒരു പണം എന്തായാലും നീ എനിക്ക് തിരിച്ചു തരണ്ടെന്ന് പറഞ്ഞ് ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. ഹീറോ ഇപ്പോ അവന്റെ ഭാര്യയായിട്ടുള്ള നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ, അവളുടെ പേര് അദീന എന്നാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും ആ ഒരു ഗ്രാമത്തിലേക്ക് ഇങ്ങനെ പോവാണ്. അതുമല്ല, ഹീറോയിൻ ആണെങ്കിലോ പ്രഗ്നന്റും കൂടിയാണ്. ഏകദേശം ഇപ്പൊ ഒരു 8-9 മാസമായി. അങ്ങനെ ഒരുപാട് നേരത്തെ യാത്ര കഴിഞ്ഞ് ഇവര് രണ്ടുപേരും ആ ഒരു വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ രണ്ടുപേരും ആ ഒരു വീടിനകത്തേക്ക് കയറുമ്പോൾ ഈ ഒരു തടി, കല്ല് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഹീറോയിൻ ആ ഒരു വീടെല്ലാം നല്ലപോലെ ചുറ്റി നടക്കുമ്പോൾ അവൾക്ക് എന്തായാലും അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അന്നത്തെ ദിവസം ഇവര് രണ്ടുപേരും ഇവരുടെ കുട്ടി ജനിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭാവി കാര്യങ്ങളെ പറ്റിയെല്ലാം സംസാരിച്ച് ഇപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ ഹീറോ രാവിലെ തന്നെ വെളിയിലേക്ക് പോവാണ്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ എന്തായാലും വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ഥലങ്ങളെല്ലാം കാണാൻ വേണ്ടി അവിടെ അടുത്തായിട്ട് ഒരു മാർക്കറ്റ് ഉണ്ട്, അവിടേക്ക് പോകും. കാണിക്കുമ്പോൾ അവിടെ നല്ല രീതിയിൽ തന്നെ കച്ചവടവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അതിനകത്ത് ഈ കാര്യം ഹീറോയിൻ ഒരു പൂ കച്ചവടക്കാരിയുണ്ട്, അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഒരു പൂവിന്റെ പേര് പറഞ്ഞ് ഇതിവിടെ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഹേയ് അതില്ല, ദേ മുല്ലപ്പൂവും ബാക്കിയുള്ള പൂക്കളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയില്ല, ഇതൊന്നും വേണ്ട, ഇതെല്ലാം വീട്ടിൽ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ചോദിക്കുന്നുണ്ട് അവരോട്, അല്ല ഈ ഒരു മുല്ലപ്പൂവും ബാക്കിയുള്ള പൂക്കളെല്ലാം അധികമായിട്ട് എന്താ കച്ചവടം ചെയ്യുന്നത്, എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നൈറ്റ് ഓഫ് 10 എന്ന് പറഞ്ഞൊരു ദിവസമാണ് ഇനി വരാൻ പോകുന്നത്, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പൂക്കളെല്ലാം അധികമായിട്ട് വിൽക്കുന്നത്. എന്നിട്ടാണ് ഈ ഒരു സ്ത്രീ ഹീറോയിനോട് ചോദിക്കുന്നത്, അല്ല നിങ്ങൾ ഈ ഒരു സ്ഥലത്ത് നിന്നല്ലേ, നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് ആ ഒരു വീട് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട്, ദേ ആ ഒരു പുഴയുടെ അപ്പുറത്തുള്ള ആ ഒരു വീടില്ലേ, അവിടെ നിന്നാണ് ഞാൻ വരുന്നതെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ആ ഒരു സ്ത്രീ നല്ലതുപോലെ പേടിക്കുന്നുണ്ട്. കാരണം ആ ഒരു വീടിനകത്ത് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അല്ലാതെ ഇവരും ഇങ്ങനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അതുമല്ല, ഈ ഒരു സ്ത്രീ ആണെങ്കിലും പെട്ടെന്ന് ഓക്കെ എന്റെ കച്ചവടം കഴിഞ്ഞ് ഞാൻ പോവാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ അതെല്ലാം കെട്ടിപ്പറിക്കി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിൻ എന്തായാലും അത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഹീറോയിൻ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു വയസ്സായിട്ടുള്ള സ്ത്രീ കുറച്ച് ദൂരെ ഇരുന്ന് ഹീറോയിൻ അങ്ങനെ നോക്കുകയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഹീറോയിൻ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഈ ജ്യൂസ് അടിക്കാൻ വേണ്ടി കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് എന്നിട്ട് അതെല്ലാം എടുത്ത് ജാറിലേക്ക് ഇട്ടത് അടിക്കാനായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ജാറിലേക്ക് ഇട്ടിട്ട് അങ്ങനെ തിരിയുമ്പോഴത്തേക്കും അവൾ താഴെ വെച്ചിരുന്ന കത്തി ഇപ്പൊ അവിടെ കുത്തി വെച്ചേക്കുന്നത് പോലെ, കാരണം അവൾ ഇതുപോലെയല്ല വെച്ചിരുന്നത്,
അവിടെയാണ് മറ്റൊരു കാര്യം. അവൾ അങ്ങനെ ഇത് കണ്ടിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഒരു പടി കയറി പോകുന്ന അടുത്തായിട്ട് ഒരു റൂമുണ്ട്. അവിടുത്തെ ആ ഒരു ഡോറ് പതിയെ ഇങ്ങനെ തുറക്കുന്നു. വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഹീറോയും ഇല്ല, വേറെ ആരാ എന്നുള്ള പേടിയിൽ അവൾ അവിടെ നിന്നിട്ട് ആ ഒരു കത്തി അങ്ങ് വലിച്ചു വരും. അങ്ങനെ ആ ഒരു കത്തിയും പിടിച്ചിട്ട് ബായു ഇത് നീയാണോ എന്ന് ഹീറോ ആണോ എന്നിങ്ങനെ ചോദിച്ച് ആ ഒരു റൂമിനടുത്തേക്ക് ചെന്ന് ഡോർ തുറന്ന് അകത്തേക്ക് ചെന്നിട്ട് അവിടുത്തെ ലൈറ്റ് അങ്ങ് ഓൺ ചെയ്യുന്നതും ആഹാ കാണിക്കുമ്പോൾ അവളുടെ പിറകെ തന്നെ ഒരു കറുത്ത തുണിയെല്ലാം ഇട്ടിട്ട് ഒരാളിങ്ങനെ നിൽക്കുന്നു. അവൾ അത് കാണുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. പെട്ടെന്ന് ആ ഒരു സീൻ കട്ട് ചെയ്ത് അടുത്തത് കാണിക്കുമ്പോൾ ഇപ്പൊ വെളിയിൽ പോയ നമ്മുടെ ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അതുമല്ല അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ലൈറ്റ് ഓൺ ചെയ്തിട്ടില്ല. ലൈറ്റ് ഇട്ട് നോക്കുമ്പോഴത്തേക്കും അത് കത്തുന്നതുമില്ല. അങ്ങനെ അവൻ അടുത്തുള്ള ഒരു മെഴുകുതിരി ഇങ്ങനെ കത്തിച്ചിട്ട് അത് പിടിച്ചിങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും താഴെ രക്തം ഉണ്ടല്ലോ അതിങ്ങനെ കാണുന്നു. അങ്ങനെ അത് ഫോളോ ചെയ്ത് കുറെ ദൂരം അങ്ങനെ നടന്നു ചെല്ലുന്നതും ആ ഒരു റൂമിനകത്ത് കാണിക്കുമ്പോഴത്തേക്ക് എന്താന്ന് വെച്ചാല് ഹീറോയിന്റെ പാതി ശരീരമായിട്ട് കിടക്കുന്നതാണ് അവൻ കാണുന്നത്. ഇതുകൂടി കണ്ട അവൻ അടുത്തിരുന്ന് പെട്ടെന്ന് കരയാൻ തുടങ്ങുന്നതും മരിച്ചുപോയ ഹീറോയെ കണ്ണു തുറന്ന് അവന്റെ കയ്യിലേക്ക് പിടിക്കുന്നു. ഇത് കണ്ട് അവൻ പേടിക്കുമ്പോൾ പെട്ടെന്ന് പുറകിലൂടെ അടുത്തതേ ഇതുപോലൊരു പ്രേതം വന്ന് അവനെ പിടിക്കുന്നതും പെട്ടെന്ന് ഹീറോ കണ്ണു തുറക്കാണ്. ഈ കണ്ടത് സ്വപ്നമായിരുന്നു. ഓക്കെ സ്വപ്നമാണെന്ന് അറിയുന്നതും അവൻ ഇത്തിരി സമാധാനമായിട്ട് അത് കഴിഞ്ഞ് അടുത്ത ദിവസം അവൻ വീണ്ടും ജോലിക്കായിട്ട് ഇങ്ങനെ പോവാണ്. അത് കഴിഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ പതിയെ ബെഡിൽ കിടന്ന് കണ്ണു തുറന്നിട്ട് എഴുന്നേറ്റിരിക്കുമ്പോഴത്തേക്ക് അവൾക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാനായിട്ട് വരുന്നത് പോലെ. അങ്ങനെ അവളോടി ആ ഒരു സിങ്കിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഛർദ്ദിക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് അവളുടെ വായിൽ നിന്ന് ഒരു മുടി വരുന്നു. അങ്ങനെ അത് പിടിച്ച് വലിച്ച് ഈ ഒരു മുടി കുറേശ്ശെ ഇങ്ങനെ വലിച്ചെടുക്കും. അങ്ങനെ അത് വലിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിനോടൊപ്പം രക്തവും വരുന്നുണ്ട്. ഈ മുടി വലിച്ചങ്ങ് പൂർണ്ണമായിട്ട് താഴെ കിടുമ്പോൾ അതിനറ്റത്തായിട്ട് ഒരു ആണിയും കെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും വീണ്ടും അവൾക്ക് ഛർദ്ദിക്കാൻ വരുന്നത് പോലെ അവൾ വായിലേക്ക് കൈയിടുമ്പോഴത്തേക്കും ഇത്തവണയും മുടി വരുന്നുണ്ട്. പക്ഷേ ഇതിനോടൊപ്പം കെട്ടിയിരിക്കുന്ന ആണിയല്ല, പകരം ഈ ബ്ലേഡ് ഉണ്ടല്ലോ അതാണ്. അപ്പൊ ഇതോടെ തീർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടെ തീർന്നില്ല. വീണ്ടും അവൾ ഛർദ്ദിക്കാൻ തുടങ്ങുമ്പോൾ ഇത്തവണ വായിൽ നിന്ന് വരുന്നത് ഒരു കുഞ്ഞിന്റെ തല. ഈ സ്ത്രീകൾ പ്രസവിക്കുമല്ലോ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് അവളുടെ വായിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വരുന്നതും പെട്ടെന്ന് അവൾ പേടിച്ച് കണ്ണാടിയിലേക്ക് നിൽക്കുമ്പോൾ അവളെ പിടിച്ച് ഒരുപാട് പേര് ഇങ്ങനെ നിൽക്കുന്നു. പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതും ഒരു സ്വപ്നമായിരുന്നു. അപ്പൊ ഈ ഒരു സ്വപ്നം കൂടി കണ്ട് അവൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ അവൾക്കിപ്പോ പ്രസവ വേദന വന്നു. അതുപോലെ നല്ല വേദന ഉള്ളത് കൊണ്ട് തന്നെ അവൾ ആ ഒരു കട്ടിലിന് താഴെ ഇരുന്നിട്ട് ഹീറോയ്ക്ക് ഇത് അറിയാൻ വേണ്ടി അത് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട്. അത് പിടിച്ചിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് കാരണം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവും. അങ്ങനെ ഇത് മനസ്സിലാക്കിയ ഹീറോ പെട്ടെന്ന് തന്നെ വണ്ടി ഓടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് ഹീറോയിനെ പൊക്കിയെടുത്ത് നേരെ ആ ഒരു വണ്ടിയിലേക്ക് കയറ്റി അവിടെ നിന്നും അവളെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ ഹീറോ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഡോക്ടർമാര് നഴ്സുമാര് അതേപോലെ തന്നെ രോഗികൾ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഹീറോയിനെ വീൽ ചെയറിലേക്ക് ഇരുത്തിയിട്ട് അവര് അകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഹീറോ പറയും ഞാനും വരാമെന്ന് പറയുമ്പോൾ ഇല്ലില്ല നിങ്ങളിപ്പോൾ വരണ്ട, നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കാൻ പറയുന്നത്. ഈ ഒരു നേഴ്സുമാരുണ്ടല്ലോ അവരായാലും അതേപോലെ തന്നെ ബില്ല് എഴുതാനിരിക്കുന്നവര് ഇവരായാലും ഹീറോയുടെ മുഖത്ത് നോക്കുന്നില്ല. ഒരു വല്ലാത്ത രീതിയിലാണ് അവർ ഇരിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയം എഴുതണമല്ലോ അതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ക്ലോക്കിൽ നോക്കുമ്പോഴത്തേക്കും അതിൽ സമയം 3 മണി. പക്ഷെ ഹീറോയുടെ വാച്ചിൽ നോക്കുമ്പോൾ വൈകുന്നേരം 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ അത് വേറെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും പറഞ്ഞിട്ട് അവൻ ഡീറ്റെയിൽസ് എല്ലാം എഴുതി കൊടുത്ത് നേരെ ഹീറോയിന്റെ അടുത്തേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ ആ ഒരു റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ആ ഒരു ഡോക്ടറല്ലോ ഒരു കത്തി എടുത്ത് വെച്ചിട്ട് എന്തോ ഇവരെ കൊല്ലാൻ നിൽക്കുന്നത് പോലെ. അങ്ങനെയാണ് അവന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഹീറോ അകത്തേക്ക് വന്നിട്ട് ഡോക്ടർ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും കറക്റ്റ് സമയത്താണ് കൊണ്ടുവന്നത്. ഇനി ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ എന്തായാലും ഓപ്പറേഷൻ തുടങ്ങും. നിങ്ങൾ എന്തായാലും വെളിയിൽ വെയിറ്റ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡോക്ടർ മാറുമ്പോൾ ഇപ്പോൾ ഹീറോയോട് പറയുന്നുണ്ട് ബായു നമുക്ക് എന്തായാലും ആ ഒരു വീട് വേണ്ട. ഞാൻ പ്രസവിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു കുഞ്ഞിനെ കൊണ്ട് മറ്റൊരിടത്തേക്ക് മാറാം. ആ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ അതുകൊണ്ട് ഇനി ആ ഒരു വീട് വേണ്ടെന്ന് പറയുമ്പോൾ ഹീറോ പറയും ഓക്കെ നീ പറയുന്നത് പോലെ തന്നെ നമുക്ക് എന്തായാലും ആ ഒരു വീട് വേണ്ട. ഞാൻ എന്തായാലും ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോയിട്ട് ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് തിരിച്ചിവിടേക്ക് തന്നെ വരാം. അതുപോലെ നിന്റെ പ്രസവം കഴിഞ്ഞ് നമുക്ക് കുഞ്ഞിനെ കൊണ്ട് ഇവിടെ നിന്ന് പോവാന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് വെളിയിലേക്ക് പോകുന്നു. അങ്ങനെ ഹീറോ ഈ ഒരു ആശുപത്രിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നതും ഇനിയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മൂവിയിൽ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ആ ഒരു ബെഡിൽ കിടന്ന് അവിടെയുള്ള ആ ഒരു വിൻഡോ വഴി പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഒരു വയസ്സായ സ്ത്രീ ഉണ്ടല്ലോ അവരിപ്പോ ആ ഒരു ജനലയുടെ വെളിയിൽ നിന്നിട്ട് ഹീറോയിനെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നു. അപ്പോൾ ഹീറോയിനും ഒരുപാട് പേടിയായിട്ട് അവൾ മുഖമെല്ലാം ഇങ്ങനെ മാറ്റി നോക്കുന്നുണ്ടെങ്കിലും അവരങ്ങനെ തന്നെ നോക്കി നിൽക്കാണ്. ചേട്ടാ ഇവര് പോവാത്തേന്നാന്നും പറഞ്ഞ് അവള് പേടിച്ചിട്ട് പെട്ടെന്ന് നേഴ്സിനെ വിളിക്കും. നേഴ്സിനെ വിളിച്ചിട്ട് തിരിഞ്ഞ് അവിടേക്ക് നോക്കുമ്പോൾ അവരെ അവിടെ കാണുന്നില്ല. ഓക്കെ ഇപ്പൊ ഇത്തിരി സമാധാനമായിട്ട് അവൾ ആ ഒരു ഡോക്ടറിനെ നോക്കുമ്പോഴത്തേക്കും ഡോക്ടർ ഈ ഒരു കത്തിയും വെച്ച് അവിടെ ഒരു വശത്ത് നിന്നിട്ട് എന്തോ ഒരു മൂളിപ്പാട്ട് പോലെ ഇങ്ങനെ പാടുന്നുണ്ട്. അപ്പൊ അയാൾ ഒരുപാട് നേരമായിട്ട് ഈ ഒരു മൂളിപ്പാട്ട് ഇങ്ങനെ പാടുമ്പോഴത്തേക്കും ഹീറോയി പെട്ടെന്ന് ഡോക്ടർ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചിട്ട് ഒരുപാട് തവണ അയാളെ വിളിക്കുമ്പോൾ ഈ ഒരു ഡോക്ടർ അങ്ങനെ തിരിഞ്ഞ് ചുമരിന്റെ അടുത്തേക്ക് നോക്കി നിന്നിട്ട് അതിലേക്ക് തല കൊണ്ടുവന്ന് 2-3 ഇടി. അപ്പോൾ ഹീറോയിൻ ചോദിക്കും ഡോക്ടർ നിങ്ങൾ എന്താ ചെയ്യുന്നത്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഒന്നും മിണ്ടാതെ അതേപോലെ ഹീറോയിൻ നോക്കി ഇങ്ങനെ നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും അതുപോലെ തന്നെ മോളി ഈ ഒരു റൂമിന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. അങ്ങനെ ആ ഒരു ഡോക്ടർ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബാക്കിയുള്ള ലൈറ്റുകളെല്ലാം അണഞ്ഞിട്ട് ഒരൊറ്റ ലൈറ്റ് മാത്രം ഇങ്ങനെ കത്തി നിൽക്കാണ്. അതുകൂടിയാവുന്നത് ഹീറോയിന് നല്ല പേടിയായി. ഇനിയിപ്പോ നേഴ്സുമാരെ അടുത്തില്ല എന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ പാതി ആ ഒരു റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു ഹോസ്പിറ്റലിന്റെ വരാന്തയിലൂടെ നടക്കുമ്പോൾ ഇതിനകത്ത് ഒരു ഒറ്റ മനുഷ്യനെ പോലും കാണാനില്ല. ഹീറോയിനെ ഇപ്പൊ പേടിച്ച് നടക്കാൻ തുടങ്ങുന്നതും ഒരൊറ്റ നേഴ്സുമാരെ പോലെ കാണുന്നില്ലല്ലോ. അതുമല്ല പലയിടങ്ങളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. അതേപോലെ തന്നെ ലൈറ്റുകൾ കത്തയണെല്ലാം ചെയ്യുന്നുണ്ട്. ആകെ പേടിച്ചിങ്ങനെ നടക്കുന്നതും ഇവിടെ ഹീറോയെ കാണിക്കുമ്പോൾ അവനിപ്പോ വീട്ടിലേക്ക് വന്നിട്ട് ഈ ഒരു ബാഗ് എല്ലാം പാക്ക് ചെയ്ത്
അതെല്ലാം എടുത്ത് വണ്ടിയിലേക്ക് വെച്ച് പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറിയിരിക്കും. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ദേ ഇതുപോലൊരു അമ്മുമ്മ അടുത്ത് വന്ന് നിൽക്കുന്നതും അവൻ നല്ലതുപോലെ പേടിച്ചിട്ട് കുറച്ചു നേരം അവരെ നോക്കി ഒന്നും മിണ്ടാതെ വണ്ടി എടുത്ത് അവിടെ നിന്ന് അങ്ങ് പോവാണ്. ഇവിടെ ഹീറോയിൻ ആണെങ്കിലോ നടന്ന് അവസാനം ഈ നേഴ്സുമാരുള്ള ഒരു മുറിയുണ്ട്, അത് കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് ഈ നടന്നു വരുമ്പോഴത്തേക്ക് അതിനകത്ത് 2 നേഴ്സുമാർ നിൽപ്പുണ്ട്. ഓ ഭാഗ്യമൊന്നും പറഞ്ഞ് അവരുടെ അടുത്തേക്ക് വന്ന് പ്ലീസ് എന്റെ ഭർത്താവിനെ നിങ്ങൾ കണ്ടോ, അദ്ദേഹം തിരിച്ചു വന്നോ ചോദിക്കുമ്പോൾ ഇവരൊരു മറുപടിയും പറയുന്നില്ല. അല്ല ഇവിടുത്തെ ഡോക്ടർ എവിടെയാ? അപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്നാണ് ആ ഒരു ഡോർ അങ്ങടയുന്നത്. ഹീറോയിൻ പേടിച്ച് തിരിഞ്ഞു നോക്കിയിട്ട് ഇവരെ നോക്കുമ്പോഴത്തേക്ക് ഇവർക്ക് അപ്പോഴും ഒരു അനക്കമില്ല. അങ്ങനെ ആ ഒരു ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ഡോറും ദേ തുറക്കാൻ കഴിയുന്നില്ല. അവൾ ആകെ പേടിച്ചിട്ട് സിസ്റ്റർ ഈ ഒരു ഡോർ തുറക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തിരിയുന്നതും നേരത്തെ കണ്ടല്ലോ ഒരു വയസ്സായുള്ള സ്ത്രീ അവരിപ്പോ ഹീറോയിന്റെ മുന്നിലായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ആരായാലും പേടിച്ചു പോകും. അങ്ങനെ ഇതുകൂടി കാണുന്നത് ഹീറോയിൻ പെട്ടെന്ന് പേടിച്ച് മുഖം തിരിച്ച് ആ ഒരു ഡോറിനടുത്തായിട്ട് തന്നെ നിൽക്കുമ്പോൾ ഇവരുടെ മുഖം അടുത്തേക്ക് കൊണ്ടുവരുന്നു. അതിങ്ങനെ തുറിച്ചു നോക്കുന്നത് പോലെ അവർ ഒരു തുള്ളി മാറുന്നില്ല. അങ്ങനെ പേടിച്ച് കണ്ണു അടച്ച് നിന്നിട്ട് പെട്ടെന്ന് കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ടെസ്റ്റ്. ഹീറോയിൻ ഇപ്പൊ ആ ഒരു റൂമിനകത്തല്ല, പകരം ഈ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു വരാന്തയുണ്ട്, ആ റൂമിന്റെ വെളിയിലാണ്. അതും വാതിലിൽ പിടിച്ചല്ല നിൽക്കുന്നത്, ചുമരിൽ ചേർന്നിങ്ങനെ നിൽക്കുന്നു. ഇപ്പൊ ആ ഒരു റൂമിനകത്തേക്ക് നോക്കുമ്പോഴോ ആ റൂമിനകത്ത് ആ ഒരു സ്ത്രീ നിൽപ്പുണ്ട്. ഇതെന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ല. അങ്ങനെ ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോ വരുന്ന വഴിക്ക് ഒരു ചെറിയ കട കാണും, അതിപ്പോ അടയ്ക്കാറായി. അപ്പോഴാണ് ഹീറോ വണ്ടി നിർത്തിയിട്ട് അല്ല ഇവിടെ എന്തെങ്കിലും കഴിക്കാണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയില്ല കട അടയ്ക്കാൻ പോകാണെന്ന് പറയുന്നതും ഇല്ല രാവിലെ മുതലേ ഒന്നും കഴിച്ചില്ല, എന്തെങ്കിലും കഴിക്കാൻ തരുമെന്ന് പറയുമ്പോൾ അയാൾ ആ ഒരു പലഹാരങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ കൊടുക്കാണ്. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട് അല്ല ഇന്നെന്താ നിങ്ങൾ കട നേരത്തെ അടയ്ക്കുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു കടക്കാരൻ പറയുന്നത് ഇന്നത്തെ ദിവസം അറിയത്തില്ലേ, ഇന്ന് ആ ഒരു പ്രത്യേക ദിവസമാണ്, ദുരാത്മാക്കളും പ്രേതങ്ങളെല്ലാം വെളിയിൽ വരുന്ന ദിവസം എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹീറോ പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങും. കാരണം അവൻ അതിൽ വിശ്വാസം ഇല്ലല്ലോ. അപ്പോൾ അയാൾ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, ചിലർ വിശ്വസിക്കുന്നുണ്ട് ചിലർ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ കുറച്ച് പലഹാരങ്ങൾ ഹീറോയിന് വേണ്ടിയിട്ടും വാങ്ങുന്നുണ്ട്. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു കടക്കാരൻ ചോദിക്കും അല്ല ഈ ഒരു രാത്രി നിങ്ങൾ എവിടേക്കാ പോകുന്നത് ഇത്ര ധൃതി പിടിച്ചിട്ട്? അപ്പോൾ ഹീറോ പറയും ഇല്ല എന്റെ ഭാര്യയ്ക്ക് പ്രസവവേദന കാരണം അവളെ ഇവിടെ അടുത്തുള്ള ആ ഒരു ആശുപത്രിയില്ലേ അവിടേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോഴത്തേക്കാണ് ആ ഒരു കടക്കാരൻ പെട്ടെന്ന് ഞെട്ടുന്നത്. എന്നിട്ട് അയാൾ ചോദിക്കും അല്ല ഏത് ആശുപത്രി? ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഒരു ആശുപത്രിയില്ലേ അവിടെ അവളെ കൊണ്ടാക്കിയെന്ന് പറയുന്നതും അയാൾ പറയും എന്ത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവിടെ അങ്ങനെ ഒരു ആശുപത്രിയേ ഇല്ല, അതുമല്ല നിങ്ങൾ പറയുന്ന ആ ഒരു ആശുപത്രിയാണെങ്കിലേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരു തീപിടുത്തത്തിൽ നശിച്ചുപോയി, അതിപ്പോ പ്രവർത്തിക്കുന്നത് പോലുമില്ല, അത് വെറും ഒരു കെട്ടിടമാണെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് തന്നെ ആ ഒരു വണ്ടി എടുത്തിട്ട് ഈ ഒരു ആശുപത്രിക്ക് അടുത്തേക്ക് പോവാണ്. അങ്ങനെ ഓടിച്ച് അതിനടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ട്വിസ്റ്റ് എന്താണെന്ന് കാണിക്കുമ്പോൾ ഹീറോ നേരത്തെ വന്നതുപോലെയല്ല ആ ഒരു ആശുപത്രി കിടക്കുന്നത്, ആകെ കാട് പിടിച്ച് ഇരുട്ട് വെട്ടവും വെളിച്ചൊന്നുമില്ലാതെ വെറും ഒരു കെട്ടിടം മാത്രം. അങ്ങനെ ഹീറോ പേടിച്ചിട്ട് പെട്ടെന്ന് ഒരു ടോർച്ച് എടുത്ത് ഈ ഒരു ആശുപത്രിക്കകത്തേക്ക് കയറി. ഇപ്പൊ ഹീറോയിനെ കിടത്തിരിക്കുന്ന ആ ഒരു മുറിയുണ്ടല്ലോ അതിനടുത്തേക്ക് നടന്നു ചെന്നിട്ട് അവിടെ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല, ആകെ കേടായതുപോലെ നാശമായിട്ട് കിടക്കാണ് ആ സ്ഥലം. അതേസമയം ഇവിടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും അവൾ ഈ ഒരു ആശുപത്രിക്ക് അകത്ത് തന്നെയുണ്ട്. പക്ഷെ അവളിപ്പോ കാണുന്നത് എങ്ങനെയാണെന്നറിയോ, അവളെ ഇവിടെ കൊണ്ട് കിടത്തിയപ്പോ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ്, വെട്ടവും വെളിച്ചമുണ്ട്, നഴ്സുമാരുണ്ട്, പക്ഷെ പേടിക്കുന്ന കുറച്ച് സാഹചര്യങ്ങൾ മാത്രം. അങ്ങനെ ഹീറോയിൻ നടന്നു വരുമ്പോഴത്തേക്കാണ് അടുത്തുള്ള ഒരു മുറിക്കകത്ത് ആരോ ഒരാളിങ്ങനെ ക്ലീൻ ചെയ്യുന്നു. ഓക്കെ അയാളോട് എന്തെങ്കിലും ചോദിക്കാന്നും പറഞ്ഞ് ആ ഒരു മുറിയുടെ അടുത്തേക്ക് എന്നിട്ട് സാർ നിങ്ങളിവിടെ ആരെയും കണ്ടോ, എനിക്ക് വെളിയിലേക്ക് പോകാനുള്ള ആ ഒരു വഴി പറഞ്ഞു തരുമെന്നെല്ലാം ചോദിക്കുമ്പോൾ അയാൾ ആദ്യം ഒന്നും പ്രതികരിക്കത്തില്ല. അപ്പോൾ അവൾ പറയും പ്ലീസ് എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കുമ്പോൾ അയാളിപ്പോൾ വെളിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ അവിടെയാണ് ഒരു ട്വിസ്റ്റ്, ഇയാളുടെ കഴുത്തിന് മുകളിൽ തലയില്ല, പകരം ആ ഒരു തല മുറിഞ്ഞ് പുറകിലേക്ക് ഇങ്ങനെ തൂങ്ങിക്കിടക്കാണ്. അങ്ങനെ ഈ ഒരു കാര്യം കൂടി കണ്ട് ഹീറോയിൻ പേടിച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും വെളിയിലേക്ക് ഇറങ്ങി നടന്നിങ്ങനെ പോവാണ്. അതുപോലെ പ്രസവ വേദനയാണെങ്കിലും നല്ലതുപോലെ കൂടി വരുന്നുണ്ട്, സിസ്റ്റർമാരെയും വിളിക്കുന്നുണ്ട്, അവരാരും കേൾക്കുന്നില്ല. അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിനെ വിളിക്കുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ അതിപ്പോ അവൾ കേൾക്കുന്നു. പക്ഷെ മുന്നിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഹീറോയെ കാണുന്നില്ല. ഇവിടെ ഹീറോയെ കാണിക്കുമ്പോൾ ഹീറോയ്ക്കും ഹീറോയിന്റെ ശബ്ദവും കേൾക്കുന്നുണ്ട്, പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം കാണുന്നില്ല. ഇപ്പൊ ഇവര് രണ്ടുപേരും 2 കാലഘട്ടങ്ങളിൽ പെട്ടുപോയതുപോലെയാണ്, ഒരേ സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത്, പക്ഷേ രണ്ടുപേർക്ക് പരസ്പരം കാണാൻ കഴിയത്തില്ല. അങ്ങനെ ഹീറോയിനെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് ഹീറോയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും അടിച്ചു പൊട്ടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോഴേക്കാണ് മുകളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പൊ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു കബോർഡ് ഉണ്ട്, അതിനകത്ത് നിന്നാണ് ശബ്ദം കേൾക്കുന്നത്. അപ്പൊ അത് ഈ അടുത്തേക്ക് ചെന്ന് ആ ഒരു കബോർഡ് ഇങ്ങനെ തുറക്കുന്നതും അതിനകത്ത് നിന്നൊരു പൂച്ച വെളിയിലേക്ക് പോകുന്നു. ഇതായിരുന്നു എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ നിൽക്കുമ്പോൾ ആ ഒരു മുറിക്കകത്ത് എന്തോ ഒരു സ്മെല്ല്. അപ്പൊ ആ ഒരു സ്മെല്ലുള്ള ഭാഗത്തേക്ക് നടന്ന് കുറച്ച് മുന്നിലേക്ക് ടോർച്ച് അടിച്ച് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ മരിച്ചു കിടക്കുന്ന ഒരാളുടെ ശരീരം, അതും അഴുകിയ അവസ്ഥയിൽ. ഇതുകൂടി കാണുന്നതും അങ്ങോട്ട് പോണ്ടെന്ന് പറഞ്ഞ് ഹീറോ പെട്ടെന്ന് തിരിയുമ്പോൾ പുറകിലുണ്ടല്ലോ അവിടെ ഒരു ചുമരുണ്ട്, അതിന് പിറകിലായിട്ട് ആ മരിച്ചു കിടക്കുന്ന ആളുടെ ശരീരം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്താണെന്ന് അറിയാൻ വേണ്ടി ഹീറോ പാതിയെ ആ ഒരു ബോഡി കിടന്നിടത്തേക്ക് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു ബോഡി കാണാനില്ല. എന്നിട്ട് ഹീറോ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കോ ആ ഒരു തടിയനായിട്ടുള്ള ഒരാളുണ്ടല്ലോ അയാൾ ഇങ്ങനെ മുന്നിലേക്ക് നിൽക്കുന്നതും ഹീറോ അവിടെ നിന്നൊരു ഒറ്റ ഓട്ടം അവിടെ നിന്ന് ഓടുമ്പോൾ അയാൾ പുറകെ തന്നെ വരുന്നുണ്ട്. എന്നിട്ട് ഹീറോയെ പിടിക്കാൻ വരുമ്പോൾ ഹീറോ ഓടി ഒരു റൂമിനകത്തേക്ക് വന്നിട്ട് ഡോർ അങ്ങ് അടച്ചെങ്കിൽ നിൽക്കാണ്. ഇയാളാണെങ്കിൽ ആ ഒരു ഡോർ തുറക്കാൻ വേണ്ടി അതിൽ വന്നിങ്ങനെ ഇടിക്കുന്നു.
അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് നേരെ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് ഇപ്പോഴാണ് ആശ്വാസം വന്നത്. കാരണം ഇവിടെയുള്ള നേഴ്സുമാരും ഡോക്ടർമാരും രോഗികളും എല്ലാവരും ഇവിടെയാണുള്ളത്. അങ്ങനെ ഓടി വന്നിട്ട് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരാരും ഹീറോയിനെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. അവരെന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. അവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഇതൊന്നും ഒരിക്കലും മനുഷ്യന്മാരല്ല, എല്ലാവരും പ്രേതങ്ങളാണ്. അങ്ങനെ ഹീറോയിൻ ഇതെല്ലാം കണ്ടിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അടുത്തുള്ള ഒരു റൂമിൽ ഒരു സ്ത്രീ അലറി വിളിക്കുന്നൊരു ശബ്ദം കേൾക്കുന്നു. അങ്ങനെ അവിടേക്ക് വന്ന് നോക്കുമ്പോൾ കാണിക്കുന്നത് എന്താണെന്നറിയോ, ലസ്ത്രീ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയുടെ ഗോസ്റ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ ഇവളുടെ അടുത്തേക്ക് വരുന്നു. നല്ല വേഗതയിൽ വരുന്നത് കൊണ്ട് തന്നെ ഹീറോയിൻ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടി മറ്റേ റൂമിന്റെ ചുമരിനടുത്ത് വന്നിങ്ങനെ ഇരിക്കും. എന്നിട്ട് അത് പോയല്ലോ എന്ന് തിരിഞ്ഞു നോക്കുന്നതും ദേ അടുത്ത് വന്ന് നിൽക്കുന്നു ഇതുപോലെ. അതേസമയം ഇവിടെ ഹീറോ ആണെങ്കിലോ ഈ ഒരു ഗോസ്റ്റിനെ പേടിച്ചിട്ട് അവിടെയുള്ള ആ ഒരു മുറിയിലൂടെ മറ്റൊരു വശത്തേക്ക് ചാടി ഇറങ്ങുന്നതാണ്. പക്ഷെ താഴെ തടി ആയതുകൊണ്ട് തന്നെ അത് പൊളിഞ്ഞ് നേരെ താഴേക്ക് വന്ന് വീണ് ഹീറോയുടെ ബോധം പോയി. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ഈ ഒരു ഗോസ്റ്റിനെ കണ്ട് പേടിച്ച് അവിടെ നിന്ന് ഓടിക്കയറുന്നത് ഒരു മോർച്ചറിക്കുള്ളിൽ കാണിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് പേരുടെ ശരീരം ഇങ്ങനെ കിടത്തിയേക്കുന്നു. ഇവിടെയാണ് ഒരു കാര്യം, ഇപ്പൊ ഈ ഒരു റൂമിൽ നിൽക്കണ്ട, ഡോർ തുറന്ന് വെളിയിലേക്ക് പോവാന്ന് പറഞ്ഞ് പെട്ടെന്ന് പുറകിലേക്ക് തിരിയുന്നത് ഡോറിന് പകരം അവിടെ ഉള്ളത് ചുമരാണ്. ഷെടാ ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആ ഒരു ഡോർ തന്നെ ഉള്ളത്. അവൾ എങ്ങനെ അവിടെ നിന്ന് ഇവിടെ വന്നു എന്ന് അവൾക്ക് അറിയത്തില്ല. അങ്ങനെ ആ ഒരു പേടിയിൽ അവൾ ശബ്ദം ഉണ്ടാക്കാതെ ഈ ഒരു ബോഡികളുടെ അടുത്തൂടെ നടന്നിങ്ങനെ പോകുമ്പോൾ ഈ ഒരു റൂമിനകത്ത് തന്നെ ഒരുപാട് ശരീരഭാഗങ്ങൾ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇവള് പേടിച്ച് പേടിച്ച് നടക്കുമ്പോഴത്തേക്കും അതിലൊന്ന് തട്ടി അത് താഴെ വന്ന് വീഴുന്നതും ഇവളങ്ങ് പേടിച്ച് തിരിഞ്ഞു നിൽക്കുമ്പോൾ ഇതുപോലെ എഴുന്നേറ്റിരിക്കുക ആ ഒരു ശരീരങ്ങളെല്ലാം. എന്റെ മോനെ, ഇവിടെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അപ്പൊ തന്നെ വിറച്ചു വീണ് മരിച്ചേനെ. അങ്ങനെ അവള് പേടിച്ചിട്ട് ഓടി വന്ന ആ ഒരു ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു ഡോർ അടച്ചിട്ട് ഹോ എന്നും പറഞ്ഞ് പെട്ടെന്ന് തിരിയുമ്പോഴത്തേക്കും വീണ്ടും ആ ഒരു റൂമിനകത്ത് തന്നെയാണ് അവൾ നിൽക്കുന്നത്. നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ഒരു ശരീരങ്ങൾ അതേ റൂമിൽ തന്നെയാണ് അവൾ കയറിയിട്ടുള്ളത്. ഓക്കെ, ഡോർ തുറന്ന് വെളിയിലേക്ക് പോകാന്ന് പറഞ്ഞ് വീണ്ടും ആ ഒരു ഡോറിൽ പിടിക്കാൻ തിരിയുമ്പോൾ വീണ്ടും അവിടെ ചുമരി നേരത്തെ സംഭവിച്ചതുപോലെ തന്നെയാണ്. ഇത്തവണ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഡോറ് ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പോൾ നേരത്തെ പോലെ തന്നെ അവൾ ശബ്ദം ഉണ്ടാക്കാതെ പതിയെ നടന്നു വരുമ്പോൾ നേരത്തെ അവർ തട്ടിയിട്ട് ആ ഒരു ശരീരഭാഗം താഴെ വീണ് പൊട്ടിയല്ലോ. ഇത്തവണ അതിൽ തട്ടുന്നുണ്ട്, പക്ഷെ താഴെ വീഴുന്നതിന് മുന്നേ അവൾ കൈ കൊണ്ടങ്ങ് പിടിക്കും. അപ്പൊ ഇത്തവണ എന്തായാലും ആ ഒരു ശരീരങ്ങൾ എഴുന്നേൽക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അതും എടുത്ത് അവിടെ വെച്ച് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതെല്ലാം കൂടി എഴുന്നേറ്റ് അവളുടെ അടുത്ത് വന്ന് നിൽക്കുന്നു. ഇത് കണ്ട് ഹീറോയും വീണ്ടും ഓടി വന്നിട്ട് ആ ഒരു ഡോർ തുറന്ന് ഈ റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങി ഡോർ അടച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ദേ പിന്നെയും ആ സെയിം റൂമില് അതേപോലെ തന്നെ നിൽക്കാണ്. ഇവളിപ്പോ എത്ര ചെയ്തിട്ടും അതേപോലെ തന്നെ ഒരു ലൂപ്പ് പോലെ ഇത് സംഭവിക്കുന്നു. അങ്ങനെ അവൾ ആ ഒരു ഡോറിൽ നിന്ന് കൈയെടുക്കാതെ ഡോർ തുറന്ന് വീണ്ടും ഇപ്പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും അതേ റൂം തന്നെയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൾ എപ്പോഴാണോ ഈ ഒരു ഡോറിൽ നിന്ന് കൈയെടുക്കുന്നത് അപ്പോഴാണ് ആ ഒരു ഡോറിന്റെ ഭാഗം അവിടെ നിന്ന് മാറി അത് ചുമരായി മാറുന്നത്. കൈ എടുത്തു കഴിഞ്ഞാലോ അപ്പൊ തന്നെ അവിടെ ചുമരായി മാറും. ഓക്കെ, ഇനി എന്ത് തന്നെ ആവട്ടെ, പുറത്ത് പോവാന്ന് പറഞ്ഞ് അവൾ വീണ്ടും ഓടി വന്ന ആ ഒരു ഡോർ തുറക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഡോർ തുറക്കാൻ കഴിയുന്നില്ല. പുറകിൽ എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയുള്ള എല്ലാ ശവശരീരങ്ങളും എഴുന്നേറ്റ് അവളുടെ അടുത്ത് വന്നിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ അവൾ പേടിച്ച് ഡോറും തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഇത്തവണ അവൾ ആ ഒരു റൂമിൽ നിന്ന് പുറത്തിറങ്ങി. അതുപോലെ നോക്കുമ്പോൾ അവിടെ ഒരു ഭാഗത്തായിട്ട് ലസ്ത്രീ എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവരിങ്ങനെ ഇരിപ്പുണ്ട്. അതുപോലെ അവരിപ്പോ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയെ പോലെ തന്നെയാണ് ഇരുന്ന് കരയാണ്. അപ്പോൾ ഹീറോയിൻ അടുത്തേക്ക് ചെന്നിട്ട് അല്ല നിങ്ങൾ എന്തുകൊണ്ടാണ് കരയുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും എന്റെ കുട്ടി അതൊരിക്കലും ഒരു സാധാരണ മനുഷ്യക്കുട്ടിയല്ല, അതൊരു പിശാചിന്റെ അവതാരമാണ്. അവൻ വളർന്ന് വലുതായിട്ട് എല്ലാവരെയും പേടിപ്പിച്ച് അങ്ങനെ ഒരു ജീവിതം എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല. പക്ഷെ അവരിൽ നിന്നും നിന്നെ രക്ഷിക്കാനുള്ള ഒരേ ഒരു മാർഗം ഇത് മാത്രമാണ് എന്നും പറഞ്ഞ് അവളുടെ വയറിൽ കൈവച്ചിട്ടാണ് അവൾ സംസാരിക്കുന്നത്. കാരണം വയറിനുള്ളിൽ ഇപ്പോൾ അവർ കുഞ്ഞു കിടക്കാണല്ലോ. അങ്ങനെ ഇതെല്ലാം കേട്ട് ഹീറോയിൻ പതിയെ അവരുടെ വയറിലേക്ക് നിൽക്കുമ്പോൾ അത്രയും നേരം നിറഞ്ഞിരുന്ന ആ ഒരു വയറ് ഇപ്പോൾ രക്തമായിട്ടിരിക്കുന്നു. അതുപോലെ ഈ ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു ഗോസ്റ്റ് ആയിട്ട് മാറി ഹീറോയിനെ നോക്കി പറയുന്നുണ്ട് നീ മരിക്കണോന്ന്. ഇത് കണ്ട് പേടിച്ച് ഹീറോയിൻ പുറകിലേക്ക് പോകുന്നതും ഇതുപോലെ മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഹീറോയിൻ പേടിച്ച് താഴേക്ക് വന്ന് വീഴുന്നുണ്ട്. അതുപോലെ ഹീറോയിൻ ആണെങ്കിൽ ഇപ്പൊ അനങ്ങാനും കഴിയുന്നില്ല. അപ്പോഴേക്കും ആ ഒരു ഗോസ്റ്റ് പതിയെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ വയറിലേക്ക് ഇങ്ങനെ കൈവെക്കുന്നതും പെട്ടെന്ന് ഈ ഒരു സ്ത്രീക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ കാണുന്നത്. ഇപ്പൊ ആ ഒരു ഫ്ലാഷ് ബാക്കിൽ കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്ത്രീ പ്രസവിക്കാനായിട്ട് ഇങ്ങനെ കിടക്കുന്നു. അതേപോലെ തന്നെ അവളുടെ ചുറ്റിനായിട്ടും കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരുപാട് പേര് ഇങ്ങനെ നിൽപ്പുണ്ട്. അതിൽ ഹീറോയുടെ അച്ഛൻ, അതേപോലെ തന്നെ മറ്റൊരുപാട് പേര്, ഇവരെല്ലാവരും ഈ ഒരു സാത്താൻ ആരാധിക്കുന്നവരുണ്ടല്ലോ, അതുപോലെയുള്ള ആളുകളാണ്. അപ്പൊ അവർക്ക് ഈ ഒരു സാത്താനിലൂടെ ഒരു കുഞ്ഞിനെ വേണം. അതിനു വേണ്ടിയിട്ടായിരിക്കണം ലസ്ത്രീ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയുടെ കുഞ്ഞിനെ ഇവരെടുക്കുന്നത്. എന്നിട്ട് അവര് ആ ഒരു കുഞ്ഞിനെ അവളുടെ അടുത്ത് നിന്ന് മാറ്റുകയും ചെയ്യും. അപ്പൊ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇവര് പ്രസവം കഴിഞ്ഞിട്ട് നേരെ ആ ഒരു ആശുപത്രിയിലേക്ക് വന്ന് തന്റെ കുഞ്ഞിനെ അന്വേഷിക്കുന്നത്. കാരണം ആ ഒരു കുഞ്ഞ് ഒരിക്കലും ജീവിക്കാൻ പാടില്ല. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാവരും നശിക്കും. അതിനു വേണ്ടിയിട്ടാണ് ആശുപത്രിയിലേക്ക് വന്ന് അവരുടെ കുഞ്ഞ് ഏതാണെന്ന് അറിയാത്തത് കൊണ്ട് ബാക്കിയുള്ള എല്ലാ കുഞ്ഞുങ്ങളെ കൊല്ലുന്നതും അതേപോലെ തന്നെ ഈ ഒരു കെട്ടിടത്തിന് തീ വെക്കുന്നതും. അങ്ങനെ ഇത്രയും സംഭവങ്ങൾ കാണിച്ചതിന് ശേഷം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ബോധം വന്ന് കണ്ണു തുറക്കുന്നുണ്ട്. കണ്ണു തുറക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ആശുപത്രിക്കകത്തുള്ള പ്രേതങ്ങളായിട്ടുള്ള ഡോക്ടർമാര്, നേഴ്സുമാർ, ഇവരെല്ലാവരും ഹീറോയിൻ അങ്ങനെ തള്ളി ഹീറോയിൻ ഒരു ബെഡിൽ വെച്ചിട്ട് അവിടെ നിന്ന് തള്ളിക്കൊണ്ടിങ്ങനെ പോവാണ്.
എന്നിട്ട് ഇവര് ഹീറോയിനെ ഒരു മുറിക്കകത്തേക്ക് കൊണ്ടുവന്ന് അവളുടെ 2 കൈയും കാലെല്ലാം കെട്ടിവെച്ച് ആ ഒരു പ്രേതങ്ങളാണ് ഇപ്പൊ ഈ ഒരു പ്രസവം എടുക്കുന്നത്. അപ്പോൾ ഹീറോയിൻ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞു പറയുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രേതങ്ങള് പ്രതികരിക്കുന്നത് പോലുമില്ല. അതേസമയം നമ്മുടെ ഹീറോയ്ക്കും ഈ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ ആ ഒരു പ്രേതങ്ങള് ഈ ഒരു കുഞ്ഞിനെ ഹീറോയിന്റെ അടുത്ത് നിന്ന് മാറ്റി അവർ ആ ഒരു കുഞ്ഞിനെ എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ ആണെങ്കിലോ പ്രതികരിക്കാനോ ഒന്നും കഴിയുന്നില്ല. അങ്ങനെ പേടിച്ച് കിടക്കുന്നത് പെട്ടെന്ന് ആ ഒരു ഡോറ് തുറന്ന് ഇവരെ കുറെ നേരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വയസ്സുള്ള സ്ത്രീ ഉണ്ടല്ലോ, അവരിപ്പോ അകത്തേക്ക് വന്നിട്ട് എന്തോ ഒരു വെള്ളം എടുത്ത് ഈ ഒരു ഗോസ്റ്റുകളുടെ ദേഹത്തേക്ക് എറിയുന്നതും ഇവരെല്ലാവരും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അപ്രത്യക്ഷമായിട്ട് അങ്ങ് പോവാണ്. എന്നിട്ട് ഈ ഒരു സ്ത്രീ വന്ന് നമ്മുടെ ഹീറോയിനെയും ആ ഒരു കുഞ്ഞിനെ എടുത്ത് ഇവരെ രണ്ടുപേരെയും വെളിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഓരോ പ്രേതങ്ങളും മുന്നിലേക്ക് വരുമ്പോൾ ഈ ഒരു വെള്ളം കുടഞ്ഞിട്ട് അവരെല്ലാവരെയും ഇല്ലാണ്ടാക്കി ഇവർ മുന്നിലേക്ക് പോയിട്ട് ഒരിടത്തേക്ക് ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഇപ്പൊ അവിടേക്ക് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവര് രണ്ടുപേരും ഇപ്പൊ കണ്ടുമുട്ടി. അങ്ങനെ ആ ഒരു കുഞ്ഞിനെ വെച്ച് അങ്ങനെ മുന്നിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെയും ലെസ്ത്രി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയുടെ ഗോസ്റ്റ് ഉണ്ടല്ലോ, അവര് വന്ന് ഇവരെ തടയുന്നുണ്ട്. അങ്ങനെ ഇത് കണ്ട് പേടിച്ചിട്ട് ഇവര് 3 പേരും അടുത്തുള്ള റൂമിനകത്തേക്ക് കയറി ഡോറെല്ലാം അടച്ച് അത് തുറക്കാതിരിക്കാൻ വേണ്ടി അവിടെ വലിയ ടേബിളെല്ലാം കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്കും അതും കഴിഞ്ഞ ആ ഒരു ഗോസ്റ്റ് ഇപ്പോൾ റൂമിനകത്തേക്കായിരുന്നു. അപ്പോൾ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു വടി എടുത്തിട്ട് ഈ ഒരു ഗോസ്റ്റിനെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ഗോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിനൊന്നും സംഭവിക്കുന്നില്ല. എന്നിട്ട് ആ ഒരു പ്രേതം നമ്മുടെ ഹീറോയെ അടിച്ചങ്ങ് കളയും. അപ്പൊ ആ ഒരു വയസ്സായ സ്ത്രീ അവരെ തടയാൻ ശ്രമിക്കുമ്പോൾ അവരെയും അടിച്ചങ്ങ് താഴെക്കിടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് ആ ഒരു കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഈ ഒരു കത്തി ഉണ്ടല്ലോ അത് വെച്ച് ആ ഒരു കുഞ്ഞിനെ കുത്താനായിട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു പ്രേതത്തിന് അത് കഴിയുന്നില്ല. കാരണം ഇവർക്ക് മുന്നിൽ എന്തോ ഒരു ശക്തിയുണ്ട്, അത് ആ ഒരു പ്രേതത്തിന് അതിന് സമ്മതിക്കുന്നില്ല. അപ്പൊ ആ ഒരു ഗോസ്റ്റിനെ നേരിട്ട് അത് ചെയ്യാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കി നേരെ വന്ന് നമ്മുടെ ഹീറോയെ പിടിച്ചിട്ട് അവന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാണ്. അങ്ങനെ അവന്റെ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ട് കയറിയതിന് ശേഷം ഇപ്പോൾ ഹീറോയിന്റെ അടുത്തേക്ക് വരുമ്പോൾ ആ ഒരു വയസ്സുള്ള സ്ത്രീ ഉണ്ടല്ലോ അവര് വന്ന് തടയുന്നുണ്ട്. പക്ഷെ ഹീറോയെ തടയാൻ വേണ്ടി അവരെ കൊണ്ട് കഴിയത്തില്ല. അങ്ങനെ അവരെ അടിച്ച് താഴേക്കിട്ട് അത് കഴിഞ്ഞ് അവനിപ്പോ ഹീറോയിന്റെ അടുത്തേക്ക് വരുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഞാൻ നിന്റെ ഭാര്യയാണ്, ഇത് നമ്മുടെ കുഞ്ഞാണെന്നെല്ലാം പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവന്റെ ഉള്ളിൽ ആ ഒരു പ്രേതമായതുകൊണ്ട് തന്നെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആ ഒരു മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി അത് കഴിഞ്ഞ് ഓടി ഒരു ബാത്റൂമിനകത്തേക്ക് കയറി ഇരിക്കുമ്പോൾ ഈ ഒരു പ്രേതം അവളുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. ഇപ്പോഴാണ് ആ ഒരു വയസ്സുള്ള സ്ത്രീയാണല്ലോ അവര് പെട്ടെന്ന് എഴുന്നേറ്റ് ഒരു ചാട്ടവാറ് പോലെ അതിലെന്തൊക്കെയോ മന്ത്രങ്ങളുണ്ട് അത് വെച്ച് ഹീറോയെ അടിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ആ ഒരു പ്രേതത്തിന് അധിക നേരം പിടിച്ചെടുക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ അവന്റെ ശരീരം വിട്ട് പുറത്തേക്ക് പോവാണ്. അങ്ങനെ അതിന്റെ ശക്തി കുറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു നേഴ്സുമാരും അതേപോലെ തന്നെ ഡോക്ടർമാര് ഇവരുടെ എല്ലാവരുടെയും പ്രേതങ്ങൾ വന്നിട്ട് ലാസ്ത്രി എന്ന് പറഞ്ഞ ആ ഒരു പ്രേതത്തെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവും. എന്താന്ന് വെച്ചാല് ഇവരെല്ലാവരും മരിക്കാൻ കാരണം ആ ഒരു പ്രേതമാണ്. അങ്ങനെ എന്തായാലും ആ ഒരു പ്രേതത്തിനെ അവിടെ നിന്ന് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു വയസ്സായ സ്ത്രീ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട്, മോളെ ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞു, ആ ഒരു കുഞ്ഞിനെ ഇങ്ങത്താ, ഞാൻ കുറച്ചു നേരം പിടിക്കാന്ന് പറഞ്ഞ് കുഞ്ഞിനെ എങ്ങനെ വാങ്ങിയിട്ട് കുറച്ച് പുറകിലേക്ക് മാറി ഹീറോയിന്റെ മൂക്കിന് നോക്കി ഒരു ഒറ്റയിടി ഹീറോയിന്റെ ബോധം പോയി താഴെ വീണ്. ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത ദിവസം ആകുമ്പോൾ നമ്മുടെ ഹീറോയ്ക്കും ബോധം വന്നിട്ട് നേരെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നു. ഹേയ് നമ്മുടെ കുഞ്ഞെവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് അവൾ പറയുന്നത് അത് ആ ഒരു വയസ്സായുള്ള സ്ത്രീ കൊണ്ടുപോയെന്ന് പറയുന്നതും അതുകൊണ്ട് കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്നതും ഇവർ രണ്ടുപേരും ഇപ്പോൾ വെളിയിലേക്ക് വരാണ്. അതുപോലെ ഇവിടെ നിന്ന് പോകാനായിട്ട് ഇവർക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും സംഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും ആ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായിട്ട് ഇവരെ കൂടെ കഴിഞ്ഞില്ലല്ലോ. ആ ഒരു വിഷമത്തിൽ രണ്ടുപേരും ആ ഒരു കാറിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് കുറെ ദൂരെ നിന്ന് ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം. എന്താന്ന് വെച്ചാൽ ഈ ആശുപത്രിക്ക് മുന്നിലായിട്ട് ഒരു കാടുണ്ട്, അവിടെ നിന്നൊരു കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ട് രണ്ടുപേരും അവിടേക്ക് ചെന്ന് നോക്കാണ്. ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ആ ഒരു വയസ്സുള്ള സ്ത്രീ ഒരു വിഗ്രഹത്തിന്റെ മുന്നിൽ ഈ ഒരു കുഞ്ഞിനെ വെച്ചിട്ട് അവരെന്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടാതെ അവിടെ ഒരു കിണറുണ്ട്. അങ്ങനെ അവിടെ ഇരുന്ന് ഇവരിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇവര് രണ്ടുപേരും പാതിയെ പുറകിലൂടെ വന്നിട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ ഒരു വടിയും എടുത്ത് അടുത്തേക്ക് വന്ന് അവരുടെ തല നോക്കി ഒരു ഒറ്റയടി അവരുടെ ബോധം പോയി താഴെ വീഴുന്നതും അവർ മരിച്ചില്ലെന്ന് അറിയത്തില്ല. എന്നിട്ട് ഇവർ ഓടി വന്ന ആ ഒരു കുഞ്ഞിനെടുത്ത് നോക്കുമ്പോൾ കുഞ്ഞിന് ആദ്യം അനക്കില്ല. അപ്പോൾ ഇവര് വിചാരിക്കും മരിച്ചുപോയെന്ന്. പക്ഷെ കുറച്ചു കഴിഞ്ഞ് കുഞ്ഞ് കരയാൻ തുടങ്ങുമ്പോൾ എന്തായാലും മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അങ്ങനെ നമ്മുടെ ഹീറോയിനും കുഞ്ഞിനെ എടുത്ത് അവിടെ നിന്ന് പോകുന്നതും ഈ ഒരു വയസ്സായ സ്ത്രീ പിന്നീട് കണ്ണു തുറക്കുന്നുണ്ട്. എന്നിട്ട് അവർ എഴുന്നേറ്റ് അവിടെ നിന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കും. അതേപോലെ തന്നെ ആ ഒരു പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ വയസ്സായുള്ള സ്ത്രീ ഉണ്ടല്ലോ ഇവരും ഇതുപോലെ ആ ഒരു പിശാചിന് വേണ്ടി കുഞ്ഞുങ്ങളെ ബലി കൊടുക്കുന്ന ഒരാളാണ്. ലസ്ത്രീ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയുടെ കുഞ്ഞിനെ ആദ്യം ബലി കൊടുത്തല്ലോ, ആ ഒരു കാര്യം ചെയ്തതും ഇവർ തന്നെയായിരുന്നു. പക്ഷെ അവിടെയാണ് അടുത്ത ഒരു ടെസ്റ്റ്. ഇവരിപ്പോ പെട്ടെന്ന് ഫോൺ എടുത്ത് ആരെ ഒരാൾ വിളിക്കുന്നു. അത് വേറെ ആരുമല്ല, ഹീറോയ്ക്ക് വീട് കൊടുത്ത ആ ഒരാളുണ്ടല്ലോ അയാളാണ്. അയാളെ വിളിച്ചിട്ട് ഇവര് പറയുന്നുണ്ട് അപ്പോ പിശാചിന്റെ മകൻ അവൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. അപ്പൊ എന്തായാലും ഹീറോയിന്റെ ഒക്കെ കയ്യിലുള്ളത് ആ ഒരു പിശാചിന്റെ കുഞ്ഞാണെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ അയാൾ പറയും നിങ്ങൾ എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ അയാൾ ഫോൺ കട്ട് ചെയ്യുന്നതും ഇപ്പൊ അയാളുടെ വീടിനകത്ത് കാണിക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് പേരുടെ ചിത്രങ്ങൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇവർ കൊന്ന. അതിന് നടുവിലായിട്ടുള്ളത് നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ ഹീറോയിനും കൂടാതെ ഹീറോയുടെ അച്ഛൻ, ഇങ്ങനെ ഒരുപാട് പേരെ ഇവരെ കൊന്നിട്ടുണ്ട്. അപ്പൊ വേറെ ഒന്നുമല്ല, ഒരു സാത്താനെ ആരാധിക്കുന്ന ഇവര് സാത്താനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അതൊരു കുഞ്ഞിലൂടെ മാത്രമേ കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ആ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ആ ഒരു കാര്യങ്ങൾ ചെയ്തിരുന്നത്. അതിനു വേണ്ടിയിട്ട് ഇവർ തിരഞ്ഞെടുത്താണ് നമ്മുടെ ഹീറോയും. ആ ഒരു കാര്യം ഇവർ നല്ലതുപോലെ ചെയ്യുകയും ചെയ്തു. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ ഒരു മൂവിയുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.